നേഴ്സ് കാരണവും നമുക്ക് പേഷ്യന്റിനോട് പ്രത്യേക താല്പര്യം. ബൈസ്റ്റാൻഡേഴ്സ് കാരണം നമ്മളവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പേഷ്യന്റ് ഏകദേശം ഒരു 75-80 years ആയി. അപ്പൊ അദ്ദേഹം ഹാർട്ടിന്റെ പ്രശ്നങ്ങളുള്ള ആളാണ്. പിന്നെ ഇടയ്ക്ക് ഷുഗർ ഒരുപാട് കുറയും. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നേ, അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്, ഒരു 40-45 years കാണുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിനെ കെയർ ചെയ്യുന്ന രീതി കാണാം. അദ്ദേഹത്തിന് അത്യാവശ്യം വെയിറ്റ് ഇല്ല, ആ പേഷ്യന്റ് വെയിറ്റ് ഇല്ല, ഒരു ചെറിയ ഹൈറ്റ് ഒക്കെ കുറഞ്ഞിട്ട് വെയിറ്റും കുറഞ്ഞ ഒരു ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് മോൻ ഇങ്ങനെ താങ്ങി എടുത്തിട്ട് നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് ആ രീതിയിലാണ് ഈ പേഷ്യന്റിനെ എല്ലാ സമയവും ഈ മോൻ കൊണ്ടുവരുന്നത്. അത്രയ്ക്ക് സ്നേഹമാണ്. അത് കാണുമ്പോൾ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. ഇത്രയും സ്നേഹം വാപ്പാനോട് ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്നേഹിക്കുന്ന മകനെ നമുക്ക് കണ്ടു കിട്ടാൻ പാടാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കും എന്ത് ചെയ്യും, ആ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പ്രത്യേക ഒരു താല്പര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും അപ്പൊ ഹോസ്പിറ്റലാകുമ്പോൾ, പ്രത്യേകിച്ചും ഗവൺമെന്റ് ഹോസ്പിറ്റൽ, നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ എല്ലാം കിട്ടണമെന്നില്ല, കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഒരുപാട് കാലം അഡ്മിറ്റ് ആയിരുന്നു. ഒരിക്കൽ പോലും അങ്ങനെ കംപ്ലൈന്റ് പറയുന്നതോ നമ്മുടെ അടുത്തുനിന്ന് ഷൗട്ട് ചെയ്യുന്നതോ ആ രീതിയിലൊന്നും ഇല്ല. വളരെ ശാന്തമായി ഡോക്ടർ ഒന്ന് വരാവോ, ഒന്ന് നോക്കാവോ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്ത് പ്രത്യേക ഒരു താല്പര്യവും ഒരു സോഫ്റ്റ് കോർണറും ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും നമ്മളെ ഈ ഓർമ്മ ഈ ഒരു രീതിയിലുള്ള സമയത്ത് നമ്മൾ മറക്കത്തുമില്ല. അതെ അതെ. അതുപോലെ ചില പേഷ്യൻസ് മീൻസ് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് പെരുമാറുന്ന രീതി കാണാൻ നമുക്ക് തന്നെ സങ്കടം തോന്നും. അങ്ങനത്തെ അവസ്ഥ വരാറില്ലേ? തീർച്ചയായിട്ടും. കടപ്പാട് തീർക്കുന്ന പോലെ അവർ വന്നു പോവുക അല്ലേ? അതുണ്ട്. ഇപ്പൊ നമ്മള് അതെന്ന് വെച്ചാല് അത് ആ ഒരു എക്സാമ്പിൾ പറയാം. ഹൗസ് സർജൻസിന്റെ സമയത്ത് മെഡിസിൻ പോസ്റ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് അപ്പൊ മെഡിസിന് ഭയങ്കര ഹെക്റ്റിക്കാ. ഏകദേശം ഒരു ദിവസം 150, 200, 300 ഒക്കെ അഡ്മിഷൻ വരാം. അപ്പൊ ആദ്യം വരുമ്പോൾ നമ്മൾ പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യും, ബെഡിലായിരിക്കും കിടത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും പേഷ്യൻസ് വരുമ്പോൾ ഒരു ബെഡിൽ നമ്മൾ ഡബിൾ ചെയ്ത് കിടത്തും. ഒരു ബെഡിൽ 2 ആൾക്കാർ. അതും കഴിഞ്ഞാകുമ്പോൾ നമ്മൾ 2 ബെഡിന്റെ സെന്ററിൽ, മെഡിക്കൽ കോളേജിലത്തെ കാര്യമാണ് പറയുന്നത്, നേരത്തെ അത്രയും തിരക്കാണ്. അപ്പൊ ഫസ്റ്റ് ആ സമയത്ത് നമ്മുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇപ്പൊ തിങ്കളാഴ്ച മൺഡേ M1 അഡ്മിഷൻ ആയിരിക്കും, അതായത് ഫസ്റ്റ് യൂണിറ്റിന്റെ. അപ്പൊ തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ പിറ്റേന്ന് ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെ 24 hour കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ കാഷ്വാലിറ്റിയോ വാർഡോ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ കിട്ടിയാൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് രാത്രി ഉറക്കമൊന്നുമില്ല. പിറ്റേന്ന് വീണ്ടും രാവിലെ എന്ത് ചെയ്യും, വാർഡിലേക്ക് തിരിച്ചു. ഉറക്കമില്ല. ഇന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ഉണ്ടല്ലോ, ആ പേഷ്യൻസിനെ നോക്കാനായിട്ട് നമ്മൾ വീണ്ടും വാർഡിലേക്ക് തിരിച്ചു വരും. അപ്പൊ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ഫുൾ ഇൻവെസ്റ്റിഗേഷനും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ സാറന്മാർ റൗണ്ട്സിന് വരും. പിന്നെ അവരുടെ കൂടെ റൗണ്ട്സ് എടുക്കും. അപ്പൊ അവരുടേതായിട്ടുള്ള പ്രത്യേക ഓർഡറുകൾ പിന്നെയും കാണാം. പിന്നെ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കാര്യങ്ങളൊക്കെ ഡ്രസ്സിംഗ് ഉള്ള ആൾക്കാരെ ഡ്രസ്സിങ്, ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ കുറെ കേസ് ഷീറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം, എഴുതണം, ഡോക്യുമെന്റേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞല്ലോ, അത് മൊത്തം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 മണി 6 മണിയാവും. പിന്നെ ജസ്റ്റ് ഒന്ന് പോയി ചായ കുടിച്ചു, എന്നിട്ട് തിരിച്ചു വന്നാൽ പിന്നെയും പണിയുണ്ട്. ഏകദേശം രാത്രി ഒരു 3 മണി 4 മണി വരെ പണിയായിരിക്കും. അത് പിന്നെ കുറെ ഡിസ്ചാർജും കാണും, അതായത് നേരത്തെ ഉള്ള പേഷ്യൻസിന് ഡിസ്ചാർജും കാണും. അപ്പൊ ഈ ഇത്രയും ഹെക്റ്റിക് ആയ ഒരു ദിവസമാണെങ്കിൽ ഒരു പേഷ്യന്റ്, ഒരു ഏജ്ഡ് പേഷ്യന്റ് ആണ്. അപ്പൊ ആ പേഷ്യന്റിനെ ഞാൻ ആ വാർഡ് കൂടി സെന്ററിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മൾ നോക്കണല്ലോ, പേഷ്യന്റ് കെയർ വേണമല്ലോ. അപ്പൊ ഒരു പേഷ്യന്റ് പെട്ടെന്ന് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ട് ഒരു ഗ്യാസ്പിംഗ് എന്ന് പറയും, ശ്വാസം കിട്ടാതെ ഒരു ബുദ്ധിമുട്ടുന്ന അവസ്ഥ അങ്ങനെ കണ്ട് ഞാൻ പെട്ടെന്ന്, നമ്മൾ സൈഡ് റൂം ഉണ്ട്, എല്ലാ വാർഡിലും സൈഡ് റൂം കാണും. അപ്പൊ ആ സൈഡ് റൂമിലേക്ക് ഞാൻ പെട്ടെന്ന് ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ CPR ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓക്സിജൻ ഒക്കെ വെച്ച് പേഷ്യന്റ് അത്യാവശ്യം സ്റ്റേബിൾ ആയി. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അവിടെ എന്ത് ചെയ്ത് ആ സമയത്ത് നമുക്ക് വേറെ പേഷ്യന്റിനെ കെയർ ചെയ്യാലോ. അപ്പൊ ഓക്കെ, നമുക്ക് സന്തോഷമായി തിരിച്ചു പോയി. അപ്പൊ ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ അയ്യോ അമ്മ പോയി, അച്ഛൻ പോയി, ആ ഭയങ്കര കരച്ചിൽ ഇതൊക്കെയാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ആ പേഷ്യന്റിനെ സ്റ്റേബിൾ ആക്കിയിട്ട് വാർഡിലേക്ക് വന്നു ബാക്കി പേഷ്യൻസിന്റെ കാര്യങ്ങൾ നോക്കാൻ. പിന്നെ ഏതായാലും ഈ പേഷ്യന്റ് ഒന്നും കൂടി നമ്മൾ നോക്കണല്ലോ. അത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സൈഡ് റൂമിലേക്ക് പോകുമ്പോൾ പേഷ്യന്റ് അവിടെ ഇങ്ങനെ കിടക്കുക. അപ്പോഴും അത്യാവശ്യം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. നേരത്തെ കരഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചുറ്റും വട്ടം കൂടിയിരുന്ന് ചായയും കുടിച്ച് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോയി, ഈ ഒരു പേഷ്യന്റിന്, അത് അത്യാവശ്യം ഏജ്ഡും ആയി, ഈ പേഷ്യന്റിനെ ഇത്രയും ബൈസ്റ്റാൻഡേഴ്സിനെ കെയർ ഇല്ലാങ് ആ കെയർ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് പോയി വേറെ 2 പേഷ്യന്റിന് നല്ല കെയർ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അതുപോലെ ഇപ്പോ ഈ പൊസിഷൻ ഉണ്ടല്ലോ, ഈ പ്രൊഫഷൻ, ഡോക്ടർ എന്ന പ്രൊഫഷൻ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ കൂടുതൽ കംഫർട്ടായിട്ട് ഉള്ളത്? അങ്ങനെ കംഫർട്ടിനല്ല സത്യം പറഞ്ഞാൽ ഈ ജോബ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ കംഫർട്ട് ഇപ്പൊ പലതും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഈ ഒരു ജോബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി ടൈം പോകും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇമോഷണൽ ട്രോമ ഒരുപാട്. നമ്മൾ ഇന്നത്തെ ഇന്റർവ്യൂവിൽ നിന്നും ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് വഷളാവാനും നന്നാവാനുള്ള കാരണങ്ങളും ആ ഒരു ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ച് ഡോക്ടർ മുൻസിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ
സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇന്നത്തേക്ക് സൈനിങ് ഓഫ്. ഗുഡ് ഈവനിങ്.